ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു സന്തോഷം തോന്നിയ ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ സമാധാനമായി അല്ലെങ്കിൽ സന്തോഷമായി എന്ന് ഞാൻ പറയും. പക്ഷേ ഈ വാർത്ത കേട്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. കാരണം തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് ഈ ഒരു സംഭവം എന്നുള്ളതാണ്. 55 വയസ്സുള്ള ഒരു മുത്തശ്ശി തൻ്റെ ചെറുമകളോട് വൃത്തികേട് കാണിച്ച 31 വയസ്സുള്ള ഒരു കെട്ടിട നിർമ്മാണിയായ മാണിക്കം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനെ നടുറോട്ടിൽ വെച്ചിട്ട് കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത. തീർച്ചയായിട്ടും നിങ്ങൾ എത്രമാത്രം ഈ ഒരു വാർത്ത കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജയിലിൽ പോയി തടിച്ച് കൊഴുത്ത് തിരിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിയമത്തിൻ്റെ കണ്ണിൽ കിട്ടുന്ന ചെറിയ ശിക്ഷകൾ മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ. ചിലപ്പോൾ അതും കിട്ടാറില്ല. കാരണം സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ കുറവ് വരുന്നത് കൊണ്ട് തന്നെ ചില ആൾക്കാർ ആ നിയമത്തിൻ്റെ ലോ ഫോൾസ് എല്ലാം ഉപയോഗിച്ച് ഇറങ്ങിയിട്ട് വളരെ കൂളായിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ വൃത്തികേടുകൾ ആവർത്തിക്കുന്നതും നമുക്ക് കാണാം. പിന്നെ ഇന്നത്തെ ഒരു ജയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, DGP ഒക്കെ പറയുന്നത് കേട്ട് കാണും, ചിക്കനും മുട്ടയും കൂടി ജയിൽ കൊടുക്കണമെന്ന് പറയുന്നു, 1000 രൂപ ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവർക്കൊക്കെ അതൊരു ഭാര്യ വീട്ടിൽ പോയി വരുന്നത് പോലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ ചെറുമകളോട് ഇവൻ കാണിച്ച ഒരു വൃത്തികേട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ ഒരു മുത്തശ്ശിയെ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ട് ചുരുക്കി പറഞ്ഞാൽ അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽപ്പെട്ട തെമ്മാടിത്തരം കാണിക്കുന്ന മനുഷ്യന്മാരോടൊക്കെ നമ്മൾ യാതൊരു ദയയും കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവരെയൊക്കെ നിയമത്തിൻ്റെ കണ്ണിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അക്രമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് 4 വയസ്സുള്ള കുട്ടികളോട് മനുഷ്യനെ കാണിച്ച വൃത്തികേടിനെ തീർച്ചയായിട്ടും എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പറയണം. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കളിത്തല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ടോൾ ഗേറ്റ് ഒക്കെ ഉണ്ട്. അവിടെയുള്ള ചായക്കടയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്ന് സംഭവിച്ചത്. ഏതായാലും വ്യാഴാഴ്ചയായിരുന്നു ഈ കുട്ടിയെ ഉപദ്രവിച്ചത്. എന്നാലും വെള്ളിയാഴ്ചയാണ് ഈ മുത്തശ്ശി ഇതിനെ പ്രതികാരം ചെയ്തത്. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. സംഭവം നിങ്ങൾ കേട്ട് കാണും. കളിത്തല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു മുത്തശ്ശി താമസിക്കുന്നത്. പക്ഷേ ഈ ഒരു കുട്ടി അവിടെയല്ല താമസിക്കുന്നത്, തൊട്ടടുത്ത ഗ്രാമത്തിലാണ്. അവിടെ നിന്നിട്ട് ഈ ഒരു കുട്ടിയെ ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടി പറ്റുമോ എന്ന് ഈ ഒരു മാണിക്കം എന്ന് പറയുന്ന 31 വയസ്സുള്ള അയൽവാസിയായ വളരെ അടുത്ത സൗഹൃദം സ്ഥാപിച്ച് അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ മാണിക്കം. അവനോട് ചോദിക്കുകയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ. അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറയുന്നു. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ആ കുട്ടിയെ മാണിക്കത്തെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ 55 വയസ്സുള്ള മുത്തശ്ശിയുടെയും മുത്തശ്ശനും മറ്റൊരു ഗ്രാമത്തിലാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കളിത്തല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നു. വ്യാഴാഴ്ചയാണ് സംഭവം. ഇദ്ദേഹം കൊണ്ടുപോകുന്നത് അങ്ങോട്ടല്ല, സ്വന്തം വീട്ടിലേക്കാണ് എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ 4 വയസ്സുള്ള ഈ ഒരു കൊച്ചു ബാലികയോട് വൃത്തികേടുകൾ അവൻ പ്രവർത്തിക്കുന്നു, അതിനെ ആക്രമിക്കുന്നു. അതിനെ ചുരുക്കി പറഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വൃത്തികെട്ടവൻ ചെയ്യുകയാണ്. അങ്ങനെ ആ മകളെ ഈ ഒരു കളിത്തല എന്ന് പറയുന്ന ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ മകളെ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്, അവിടെ കൊണ്ടുപോകുന്നു. അങ്ങനെ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കണം, എന്താണ് പറ്റിയത്, ആരാണ് നിന്നെ ഉപദ്രവിച്ചത് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അതിന് മുന്നേ സ്വന്തം മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്, മാണിക്കം എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പമാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് വളരെ വ്യക്തമായിട്ട് ഈ കൊച്ചുകുട്ടി വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ അമ്മ ആ ഒരു വൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. ആ അമ്മയെ ഈ ഒരു മാണിക്കത്തിന് കാര്യമായിട്ടിട്ട് അറിയുകയുമില്ല. അതിനുശേഷമാണ് കളിത്തലയിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ഒരു ചായപ്പീടികയുണ്ട്. അവിടെ ഇരുന്ന് ഈ മാണിക്കം എന്ന് പറയുന്ന വ്യക്തി വെള്ളിയാഴ്ച ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മുത്തശ്ശി, 55 വയസ്സുള്ള മുത്തശ്ശി പുറകിൽ കൂടി വന്നതിന് ശേഷം മാണിക്കത്തെ പിടിച്ചു വലിച്ച് റോഡുമലേക്ക് കൊണ്ടുപോയതിനു ശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 10 പ്രാവശ്യം വെട്ടി എന്നുള്ളതാണ്. ചോരയിൽ കുടിച്ചു കിടക്കുന്ന ഈ ഒരു മാണിക്കത്തെ കണ്ടതിന് ശേഷം മനുഷ്യന്മാർ ആരും തന്നെ ഈ ഒരു അക്രമത്തെ
പിടിച്ചു മാറ്റാൻ വേണ്ടി നിന്നില്ല. കാരണം ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാമെന്നുള്ളതാണ്. ആ കുട്ടിയോട് കാണിച്ച തെമ്മാടിത്തരത്തിന് ഇതല്ല ഇതിനപ്പുറം കിട്ടണമെന്ന് തന്നെയായിരുന്നു അവിടെ കൂടി നിന്ന എല്ലാവരുടെയും ആവശ്യവും അതുപോലെ തന്നെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ചെയ്യാനുള്ളതൊക്കെ വൃത്തിയായിട്ട് ആ അമ്മ ചെയ്തു. അതിനുശേഷം കാണാൻ വന്ന വീട്ടുകാരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കുടുംബക്കാരും എല്ലാം വീണ്ടും മാണിക്യത്തെ പൊതിരെ തല്ലുകയും ചെയ്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇതിനൊരു അവസാനം എന്നറിയില്ല. കാരണം ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടൊക്കെ ചെയ്ത് നിയമത്തിൻ്റെ കണ്ണിൽ അറസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കൂളായിട്ട് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ ഒരു മുത്തശ്ശി ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ നാട്ടിൽ ഇനി ഒരുത്തനും അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേടിന് മുതിരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിയമത്തിൻ്റെ വഴിക്ക് പോകും. 55 വയസ്സുള്ള മുത്തശ്ശിയെ പോലീസ് ഏതായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആട്ടഹസിച്ചു കൊണ്ടിട്ട് തൻ്റെ 4 വയസ്സുള്ള കൊച്ചുമകളോട് ഇവൻ ചെയ്ത തെമ്മാടിത്തരം ആ അമ്മ വിളിച്ചു പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ട് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് അറിയണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ മക്കളെയൊക്കെ ദയവ് ചെയ്തിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അയൽവാസികളുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും കയ്യിലൊക്കെ നിങ്ങൾ പറഞ്ഞയക്കാതിരിക്കുക. ഇനി അങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾ മദ്യത്തിനും മയക്കുമരുന്നിനൊന്നും അടിമപ്പെട്ടിട്ടില്ലാത്ത നല്ല സ്വഭാവശുദ്ധിയുള്ള മനുഷ്യന്മാരാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴാണ് വൃത്തികേടാവുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ആ മനുഷ്യൻ അതുവരെ ആ കുടുംബവുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു, അയൽവാസിയാണ്, എപ്പോഴും കാണുന്ന വ്യക്തിയാണ്. ഒന്ന് മുത്തശ്ശിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് വിടാൻ വേണ്ടി മാത്രമാണ് ആ സഹോദരിമാർ പറഞ്ഞത്. എന്നിട്ട് പോലും ആ മനുഷ്യൻ ചെയ്ത വൃത്തികേടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വലിയൊരു രീതിയിലുള്ള അക്രമത്തിലേക്കും അടിയിലേക്കും എല്ലാം കലാശിച്ചത്. ഏതായാലും സാരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കഴുത്തലയിലെ സ്വകാര്യ സർക്കാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10 വെട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത്. ഏതായാലും മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുമുണ്ട്. ഏതായാലും അതുപോലെ തന്നെ ആ ചെറിയ മകളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഈ മാണിക്കം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും സമൂഹത്തിൽ മനുഷ്യന്മാരുടെ ശ്രദ്ധ കുറച്ചുകൂടി തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ പറഞ്ഞു വിടുന്ന സമയത്ത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. കാരണം മറ്റുള്ളവർ കൂടി കാണട്ടെ. കാരണം ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടുകൾ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക തെളിവായിട്ട് അവരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളും വാർത്തകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വാർത്തകളും അതുപോലെ തന്നെ പുതിയ സംഭവവികാസങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ മാക്സിമം എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.